ഡയാലിസിസ് പാലിയേറ്റീവ് രോഗികൾക്ക് ധനസഹായം ഉൾപ്പെടെ പ്രഖ്യാപിച്ച് ചേർപ്പ് ഗ്രാമപഞ്ചായത്തിൽ വികസന സെമിനാർ സംഘടിപ്പിച്ചു. സി മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ മണ്ഡലത്തിലെ ഒരു ചേർപ്പ് പഞ്ചായത്തിനെ കുറിച്ച് എന്തെങ്കിലും പറയുമ്പോൾ നമുക്ക് എപ്പോഴും മനസ്സ് വേദനിക്കാറുണ്ട്. ഞാൻ അപ്പം തന്നെ പത്രത്തോട് പറഞ്ഞു, നിങ്ങൾ പേടിക്കേണ്ട, വരും കാലങ്ങളിൽ നമ്മുടെ ഈ ഗ്രൗണ്ട് നമ്മുടെ ഗ്രാമപഞ്ചായത്ത് മറന്നെങ്കിലും അത് നടപ്പിലാക്കും എന്ന രീതിയിൽ അവരോട് ഞാൻ പറയേണ്ടായി. പത്രത്തിലൊക്കെ ന്യൂസ് വന്നതാണ്. മഹാത്മാ മൈതാനം നവീകരിക്കാൻ 1 കോടി രൂപ, ഈ നമ്മുടെ ഗ്രൗണ്ട് നവീകരിക്കാൻ 1 കോടി രൂപ നമ്മുടെ ചേർപ്പ് ഗ്രാമപഞ്ചായത്തിന് അനുവദിക്കും എന്നൊരു പ്രഖ്യാപനം നടത്തി. അതിൽ ഉൾക്കൊണ്ടാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. നമ്മുടെ ഇപ്പോൾ 4 വർഷമായി MLA സ്ഥാനം വഹിച്ച് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ചേർപ്പ് ഗ്രാമപഞ്ചായത്തിൽ ആകെ ഞാൻ ലിസ്റ്റ് എടുത്തത് 62 കോടി 95 ലക്ഷം രൂപയുടെ ചേർപ്പിൻ്റെ വികസനത്തിൽ MLAയുടെ പങ്കാളിത്തം നടക്കാണ്. ഏറ്റവും കൂടുതൽ നമ്മുടെ ജലജീവ പദ്ധതിയുമായി ബന്ധപ്പെട്ടതാണ്. 47 കോടിയാണ് ഇപ്പം നമ്മുടെ വിവിധ മേഖലയിൽ കുടിവെള്ള പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നത്. അതാണ് ഏറ്റവും വലിയൊരു പദ്ധതിയായി നമ്മുടെ പ്രദേശത്ത് ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ചേർപ്പ് ഗ്രാമപഞ്ചായത്തിൽ 2025-26 വർഷം നടപ്പിലാക്കുന്ന വികസന ക്ഷേമ പദ്ധതികളുടെ അവതരണം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിദ്യ രമേശ് നിർവഹിച്ചു. പാലിയേറ്റീവ് പരിചരണം, ഡയാലിസിസ് രോഗികൾക്ക് ധനസഹായം, ഭിന്നശേഷി കുട്ടികൾക്ക് സ്കോളർഷിപ്പ് തുടങ്ങി 3.74 കോടി രൂപയുടെ ക്ഷേമ പദ്ധതികളും, നെൽകൃഷി ഉൾപ്പെടെയുള്ള കാർഷിക മേഖലയ്ക്ക് 1 കോടിയും, റോഡുകൾ, കെട്ടിടങ്ങളുടെ അറ്റകുറ്റപ്പണി എന്നിവയ്ക്കായി 2.45 കോടി രൂപയും ഉൾപ്പെടുത്തി 7 കോടി രൂപയുടെ വികസനക്ഷേമ പദ്ധതികളാണ് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കല്ലിയത്ത് അധ്യക്ഷത വഹിച്ചു. അതുപോലെ തന്നെ മറ്റൊരു പ്രശ്നമാണ് ജലജീവൻ മിഷൻ പദ്ധതിയിലൂടെ നമ്മൾ റോഡുകളെല്ലാം പൊളിച്ച് പൈപ്പ് ഇട്ടു. പക്ഷേ റോഡുകൾ നന്നാക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് ഇപ്പം നിൽക്കുന്നത്. വാട്ടർ അതോറിറ്റി എന്ന് പറയുമ്പോൾ അവർ പറയുന്നത് അവർ ടെൻഡർ ചെയ്തപ്പോൾ ആരെടുത്തില്ല എന്നുള്ളതാണ്. അവർ ടെൻഡർ ചെയ്തത് പഞ്ചായത്തോ മറ്റുള്ളവരോ അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. ഇപ്പം അവരുടെ ടെൻഡറിൽ അതിൻ്റെ സമയപരിധി കഴിഞ്ഞു. ഇനി വീണ്ടും അവർക്ക് അനുമതി കിട്ടിയിട്ട് വേണം ടെൻഡർ ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ വളരെയധികം ബുദ്ധിമുട്ടുന്ന സാഹചര്യമാണ്. കുറച്ച് ഭാഗമാണ് വെള്ളത്തിന് വേണ്ടി പൊളിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം അത് പകുതിയോളം ഭാഗമായിട്ട് മാറിയിരിക്കുന്ന അവസ്ഥയാണ്. അപ്പം ഇനി ചെയ്യുമ്പോൾ ശരിക്കും പുതിയ റോഡ് ചെയ്യേണ്ട രീതിയിലേക്ക് ഓരോ റോഡുകളും മാറിക്കൊണ്ടിരിക്കുകയാണ്. വൈസ് പ്രസിഡന്റ് VN സുരേഷ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോസ് ചാക്കേരി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ലോകോത്തര നിലവാരമുള്ള അതിനൂതന രോഗനിർണയ സംവിധാനങ്ങളുമായി റൈഗൽ ഹോസ്പിറ്റൽ. ഏറ്റവും മികച്ച ചികിത്സയ്ക്കായി എല്ലാ വിഭാഗങ്ങളിലും വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം. കാഷ്വാലിറ്റി, ഫാർമസി, ECG, ആംബുലൻസ്, നഴ്സിംഗ് സേവനങ്ങൾ 24 മണിക്കൂറും ലഭിക്കുന്നു. എത്ര വലിയ ലാബ് ടെസ്റ്റുകൾ ചെയ്യാനും ഇനി തൃശൂർ വരെ പോകേണ്ട. ഓട്ടോമാറ്റിക് മിഷനറീസുമായി അതിനൂതനമായ ലാബ് സംവിധാനം. നിങ്ങളുടെ ആരോഗ്യം ഞങ്ങളുടെ ഉത്തരവാദിത്വം. ചികിത്സയ്ക്കായി ഇനി മുത്തുള്ളിയാൽ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ റൈഗൽ ഉണ്ട്. റൈഗൽ മെഡിക്കെയർ ഹോസ്പിറ്റൽ, കോസ്മോ ബിൽഡിംഗ്, മുത്തുള്ളിയാൽ. For enquiries and bookings, contact 7994223356, 79944 23356.